തള്ളയുടെ ബർത്ത്ഡേ ആണോ? ഇവളിതെങ്ങനെ അറിഞ്ഞു? അവള് വന്ന് വിഷ് ചെയ്യണതിന് മുന്നേ ഞാൻ തന്നെ വിഷ് ചെയ്തേക്കാം. അമ്മേ അമ്മേ, ഹാപ്പി ബർത്ത്ഡേ. ഇന്നാണോ എന്റെ പിറന്നാള്? മോളെങ്ങനെ ഓർത്ത് വെച്ചേ? നീ അങ്ങനെ ഓർക്കുന്നൊന്നും അല്ലല്ലോ. ഇതുവരെ ഒരു പിറന്നാള് പോലും എന്നെ ഞാനേ ഓർത്തിട്ടില്ല. നീയും അങ്ങനെ ഓർക്കാറുള്ള അല്ലല്ലോ. എങ്ങനെ ഓർത്തേ? അല്ല, അത് ഇന്നെന്തോ രാവിലെ എണീറ്റപ്പോ അമ്മേനെ സ്വപ്നം കണ്ടോണ്ടാ ഞാൻ എഴുന്നേറ്റ്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചോളൂ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇന്നെന്തോ ഒരു വിശേഷപ്പെട്ട ദിവസമാണല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാ അമ്മയുടെ പിറന്നാളാന്ന് മനസ്സിലായേ. എന്നാലും താങ്ക്സ്. അമ്മേ, ഹാപ്പി ബർത്ത്ഡേ. ആഹാ, മോളോട് ഞാൻ ഒന്നൊന്നര ആഴ്ച മുന്നേ പറഞ്ഞായിരുന്നല്ലേ? ഇവളാ പക്ഷെ ഓർത്ത. ഇവക്ക് അങ്ങനെ ഓർക്കണമൊന്നുമല്ല. ഇതുവരെ എന്നെ ഇതൊന്നും എത്രയും കാലത്തിനിടെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 കൊല്ലമായില്ലേ ഇവരുടെ. ഇത്രയും കാലത്തിനിടെ ഇതുവരെ എന്നെ ആരും ഇവളൊന്നും ആശംസ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കൊല്ലം അവള് ഓർത്ത് പറഞ്ഞ. ആദ്യം ആശംസ പറഞ്ഞത് ചേട്ടത്തിയമ്മയാ. ഞാനാദ്യം വിഷ് ചെയ്തേ. എൻ്റെ വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടേക്കണ കണ്ടിട്ട് അങ്ങനെ ഓർത്തിട്ടാ ചേച്ചി പോയി വിഷ് ചെയ്തേക്കണം. എന്നിട്ട് വലിയ ആള് വിളിക്കാൻ. ഞാൻ ഇന്നലെ തൊട്ട് ഓർത്ത് വെച്ചോണ്ടായിരുന്നാ. രാവിലെ ഫസ്റ്റ് വിഷ് ചെയ്യാൻ എന്തായാലും പറ്റിയില്ല, ചേച്ചി ഉള്ളതുകൊണ്ട്. അതെന്താണ് അവളുടെ റൂമിലൊരു പൊതി ഇരിക്കണത്? അവിടെ ബാത്റൂമിലാന്ന് തോന്നുന്നു. പോയി നോക്കിയാലാ? അമ്മയ്ക്ക് അവള് സാരി മേടിച്ചാ? ബർത്ത്ഡേ ആയിട്ട് ആള് വിളിക്കാൻ വേണ്ടി അവള് സാരിയൊക്കെ മേടിച്ചു വെച്ചേക്കണത്. ഞാനാണെ ഒന്നും മേടിച്ചതും ഇല്ലല്ലോ. ഞാനായിട്ട് ഇനി കൊടുക്കാതിരുന്ന ഇത് ജീവിതകാലം മൊത്തം കേൾക്കേണ്ടി വരും. പുതിയൊരു മരുമോള് വന്നിട്ട് അവളെ അമ്മയുടെ ബർത്ത്ഡേ കണ്ടുപിടിച്ച് അവൾക്ക് അമ്മയ്ക്ക് സമ്മാനം കൊടുത്ത്. ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ ഞാൻ അമ്മയ്ക്ക് എന്ത് കൊടുക്കാനാ? സമ്മാനം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അമ്മ ഒരു സാരി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? മാറ്റാൻ, കടയിൽ മാറ്റാൻ ഒരു 300 രൂപയുടെ സാരി. ഒന്നിനും കൊള്ളില്ലായിരുന്നു, ഒരു വെള്ളയപ്പള്ളി സാരി. അത് കൊടുക്കാൻ തള്ളക്കങ്ങ് സന്തോഷാവും. എൻ്റെ അമ്മയെ കൊണ്ടൊരു ഗുണമുണ്ടേ. ആ സാരി എനിക്ക് തള്ളക്ക് കൊടുക്കാം. ഇങ്ങനെ ആള് വിളിക്കാം. എന്തായാലും എനിക്ക് തന്നെ ആദ്യം കൊണ്ട് കൊടുക്കണം. നല്ല പോലെ നല്ല കളറായിരിക്കും. കളർ അങ്ങ് വല്ലാത്ത ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും ഈ സെറ്റ് കൊണ്ട് കൊടുത്തോണ്ടല്ലേ നടക്കുന്നേ. എപ്പോഴേലും ഒന്ന് പുറത്തു പോകണം, നല്ല സാരി ഉടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ മങ്ങിയ കളറുകളുണ്ടല്ലോ, അതായത് വലിയ എടുത്ത് അടിച്ചു നിൽക്കാത്ത കളറുകൾ ഇട്ട നല്ല രസമുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമാവുന്ന എനിക്ക് അറിയാമായിരുന്നമ്മേ. അതാ ഈ കളറിന് ഞാൻ സെലക്ട് ചെയ്തത്. പിറന്നാൾക്കൊന്നും സമ്മാനമൊന്നും തന്നില്ലേലും കുഴപ്പമില്ലായിരുന്നു. പൈസ കുറെ ആയി കാണുമല്ലേ? പിന്നെ എന്ത് പൈസ? ഇതിനൊക്കെ പൈസ നോക്കുമോ? അമ്മയുടെ പിറന്നാളിന് അമ്മ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഞാനും ചേട്ടൻ അതാ ഇന്നലെ തന്നെ പോയിട്ട് ഇത് സാരി എടുത്ത്. ഇഷ്ടമായില്ലേ അമ്മയ്ക്ക്? അമ്മ ഇതാ അമ്മയുടെ മൂത്ത മകന്റെയും മരുമകളുടെയും വക അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് ഒരു സാരി. അവള് സാരി മേടിച്ചേക്കുന്നത്. ആഹാ, വെള്ള സാരി. എനിക്ക് വെള്ള സാരി ഇല്ലായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. നീ ഇതുവരെ എന്നെ ഈ സമ്മാനം ഒന്നും എനിക്ക് ബർത്ത്ഡേക്ക് ഒന്നും തരാറൊന്നും ഇല്ലായിരുന്നു അല്ലെ? തന്നെ പറ്റി ഈ കൊല്ലം? ഇവിടെ ഇത്രയും കാലത്തിനിടെ ഒരു സമ്മാനം എനിക്ക് വന്നിട്ടില്ല. ഞാൻ വേണമെന്നല്ല പറയുന്നേ. ഈ കൊല്ലം രണ്ടുപേരും കൂടെ തന്നതായപ്പോ എനിക്കത് വല്ലാത്തൊരു സന്തോഷേ. ഇതുവരെ അപ്പൊ ഓർത്തിട്ടൊന്നുമില്ല ചേച്ചി. തന്നെ ചേച്ചി ഈ പ്രാവശ്യം മാത്രം ഒരു വ്യത്യാസം. എല്ലാ കൊല്ലവും ഞാൻ ഓർക്കാറുണ്ടമ്മേ. പിന്നെ സമ്മാനമൊന്നും അങ്ങ് മേടിച്ചു തരാൻ ഒക്കത്തില്ല. ഈ പ്രാവശ്യം എൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പോയി മേടിച്ചു വെച്ചായിരുന്നു. രണ്ടും എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്, രണ്ടും ഇഷ്ടമായി. ഏട്ടാ, ഒന്ന് ടൗണിൽ പോവാ, ഇച്ചിരി സേമിയ മേടിച്ചിട്ട് വരാമോ? അല്ലല്ലോ, എന്താണോ അവള് അവനോട് രഹസ്യം പറച്ചില്? അല്ല, അമ്മയുടെ പിറന്നാളല്ലേ, നമുക്കിത്തിരി സേമിയ പായസം വെക്കാം. അമ്മയ്ക്ക് സന്തോഷാവും. ആരോടും പറയണ്ട. ചേട്ടൻ പോയിട്ട് സേമിയ മേടിച്ചിട്ടോ, എന്നിട്ട് ഞാൻ പായസം വെക്കാം. ഓഹോ, അപ്പൊ തള്ളയുടെ പിറന്നാളായിട്ട് പായസം വെച്ച് ആള് കളിക്കാൻ നോക്കാം അവള്. ഒരു പുതിയ മരുമകള് വന്ന് കയറിയതിൻ്റെ ഓരോ മാറ്റങ്ങളെ. ഇന്നേ വരെ തള്ളക്ക് ഒരു സാധനവും വെച്ചു കൊടുത്തിട്ടില്ല ബർത്ത്ഡേക്ക്, ഓർത്തിട്ട് പോലും ഇല്ല. അങ്ങനെ അവൾ ആദ്യം കയറി ഉണ്ടാക്കി കൊടുത്ത് ആളാവാൻ നോക്കണ്ട. ഞാനതിന് സമ്മതിക്കില്ല. ഞാൻ തന്നെ പായസം വയ്ക്കും. ഞാൻ ആദ്യം പോയി പായസം വയ്ക്കും. എന്നോട് കളി. അവളെന്തായാലും സേമിയ മേടിപ്പിടിക്കും. ഞാൻ അമ്മയുടെ ഇഷ്ടപ്പെട്ട ചെറുപയർ പായസം വയ്ക്കാൻ പോവാ.
ഇച്ചിരി ഏലക്കായും കൂടെ പൊടിച്ചിട്ടോ നല്ല ടേസ്റ്റാ. ശരി അമ്മേ, ഏലക്ക പൊടിച്ചതാ. അമ്മേ, അമ്മയുടെ പിറന്നാളായിട്ട് ഞാൻ ഇന്ന് സേമിയ പായസം ഉണ്ടാക്കണ്ട കേട്ടാ. ചേട്ടാ സേമിയ മേടിക്കാൻ പോയിക്കുവാ. അയ്യോ മോളെ, എന്നാത്തിനാ സേമിയൊക്കെ മേടിപ്പിക്കാൻ പറഞ്ഞേ? എനിക്ക് ഒന്നാമത് ഈ സേമിയ പായസം അങ്ങ് ഇഷ്ടമല്ല. പൊതുവേ ഈ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് പായസം കുടിക്കുന്നതേ കൊള്ളത്തില്ല. പിന്നെ ഇവള് നിർബന്ധിച്ചോണ്ടാ ഞാൻ പായസം തന്നെ വെച്ചോളാൻ പറഞ്ഞു. പൊതുവേ എനിക്ക് ഈ ചെറുപയറും ഗോതമ്പൊക്കെയാ പായസങ്ങൾ ഇഷ്ടം. സേമിയ ഇഷ്ടമല്ലതേ. ഓക്കെ അറിയത്തില്ല അല്ലേ? അത് പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലമല്ലേ ഉള്ളൂ. അമ്മയുടെ ഇഷ്ടങ്ങൾ എന്നെ പോലെ അവൾക്കറിയോ? അവളിങ്ങനെ ഓരോന്നൊക്കെ കണ്ടും കേട്ടൊക്കെ അറിഞ്ഞു വരട്ടെ. സേമിയ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അയ്യോ, എനിക്ക് അമ്മയ്ക്ക് സേമിയ ഇഷ്ടമല്ലാന്ന് അറിയത്തില്ലായിരുന്നു. മോള് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 1 കൊല്ലമല്ലേ ആയുള്ളൂ. പല ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. അവക്കറിയാം. അമ്മയുടെ സന്തോഷമല്ലേ അമ്മേ എൻ്റെ സന്തോഷം, അല്ല ഞങ്ങളുടെ സന്തോഷം.